ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ യൗസേപ്പിനോട് പറയുന്നത്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട എന്നാണ്. അപ്പോൾ ഇവർ ഭാര്യ ഭർത്താക്കന്മാർ ആയിരുന്നില്ലേ? യഥാർത്ഥത്തിൽ വിശുദ്ധ യൗസേപ്പും മറിയവും വിവാഹിതരായിരുന്നു. എങ്ങനെയാണ് അവർ ഭാര്യ ഭർത്താക്കന്മാർ ആകുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചോദ്യമല്ല, മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് മെസ്സേജ് ഇട്ടപ്പോൾ ചോദിച്ചത് ഇങ്ങനെയാണ്: യൗസേപ്പ് മറിയത്തെ വിവാഹം ചെയ്തിരുന്നു. ശിശു ജനിക്കുന്നതിന് മുൻപ് അവർ വിവാഹിതരായിരുന്നോ? എങ്ങനെയാണ് അവർ ഭാര്യ ഭർത്താക്കന്മാർ ആകുന്നത് എന്നൊക്കെ ചോദിച്ചു. അതിന് ഉത്തരം പറയണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒന്നാം നൂറ്റാണ്ട് കാലത്തെ യഹൂദ വിവാഹത്തിന്റെ ഒരു പശ്ചാത്തലമാണ്. ഒരു യഥാർത്ഥ യഹൂദ വിവാഹത്തിന്റെ 3 ഘട്ടങ്ങളുടെ അവസാനമാണ് അവർ യഥാർത്ഥ വിവാഹത്തിൽ എത്തിച്ചേരുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ നടക്കുക. അതിൽ ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് ശൈശവ വിവാഹമാണ്. പൊടിക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, ശിശുക്കൾ ആയിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളാണ് ഈ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഇതിനകത്ത് ഈ കുട്ടികൾക്ക് യാതൊരു അവകാശവുമില്ല, യാതൊരു ബന്ധവുമില്ല, അവരൊട്ട് അറിയുന്നതുമില്ല. ഒരുപക്ഷെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള ആളുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ പരിചയമുള്ള മറ്റാരെങ്കിലും പറയുന്നത് വഴിയാകാം. എന്താണെങ്കിലും ആദ്യം നടക്കുന്നത് ശൈശവ വിവാഹമാണ്. കാരണവന്മാർ പറഞ്ഞ് ഉറപ്പിക്കുന്നു. പിന്നീട് കുട്ടികളുടെ വളർച്ചയിൽ സ്വാഭാവികമായിട്ടും ഇവരിത് അറിയുമല്ലോ. ഞങ്ങൾ തമ്മിൽ വിവാഹിതരാകാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വരിക. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഇവരുടെ പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള വിവാഹ നിശ്ചയമാണ്. നമ്മുടെ ഇന്നത്തെ കാലത്തെ നമുക്ക് പറയാവുന്നത് മനസമ്മതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് ഈ വരനും വധുവും, പ്രായപൂർത്തിയായ വരനും വധുവും ഒന്നിച്ച് കണ്ടുമുട്ടുകയും, വീട്ടിൽ വെച്ചായിരിക്കുമല്ലോ സാധാരണ നടക്കുക, അതല്ലെങ്കിൽ വധുവിന്റെ അല്ലെങ്കിൽ വരന്റെ വീട്ടിൽ എന്താണ് യുക്തമായ സാഹചര്യം ഏതാണോ അങ്ങനെയായിരിക്കും ആ വിവാഹ കർമ്മം, ആ ഒത്തുചേരൽ, മനസ്സമ്മതം നടക്കുക. അങ്ങനെ ആ ഒത്തുചേരലിൽ ഉഭയസമ്മത പ്രകാരം ഞങ്ങൾ തമ്മിൽ വിവാഹിതരാകാം എന്ന് വരനും വധുവും തീരുമാനമെടുക്കും. മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും സമൂഹത്തിന്റെയും ഒക്കെ മുന്നിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്, ഞങ്ങൾ വിവാഹിതർ ആകുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇതിന് വലിയ നിയമ പ്രാബല്യമുണ്ട്, വലിയ നിയമ പിന്തുണയുണ്ട്. ഈ രണ്ടാം ഘട്ട കർമ്മത്തോടുകൂടെ, ഈ മനസ്സമ്മതത്തോടുകൂടെ ഇവർ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കപ്പെടുകയാണ്. എന്നാൽ നിയമപരമായി ഇവർക്ക് ഒന്നിച്ചു ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സമ്മതത്തോടുകൂടെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി പ്രഖ്യാപിക്കപ്പെടുന്നു. എന്നാൽ ഇവർക്ക് ഒന്നിച്ച് സഹവസിക്കാനായിട്ട് സാധ്യമല്ല. ഈ വിവാഹ നിശ്ചയം, മനസ്സമ്മതം കഴിഞ്ഞിട്ട് അടുത്ത യഥാർത്ഥ വിവാഹത്തിലേക്ക് 1 വർഷത്തെ കാത്തിരിപ്പുണ്ട്. 1 വർഷത്തിന് ഉള്ളിൽ ഇവരുടെ യഥാർത്ഥ വിവാഹം ദേവാലയത്തിൽ വെച്ച്, റബ്ബിമാരുടെ മുന്നിൽ വെച്ച്, പുരോഹിതന്റെ മുൻപിൽ വെച്ച്, ബന്ധുമിത്രാദികളുടെ മുൻപിൽ വെച്ച് ആശീർവദിക്കപ്പെടണം. അതാണ് യഥാർത്ഥ വിവാഹം എന്ന് പറയുന്നത്, 3-ാം ഘട്ടം. എന്നാൽ ഈ 2-ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 2-ാം ഘട്ടം അതായത് മനസ്സമ്മതം കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഈ പെൺകുട്ടി മറ്റ് ഏതെങ്കിലും വിധത്തിൽ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം. അവൾക്ക് വലിയ മാനഹാനി ഉണ്ടാവും. ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കാം. അല്ലാതെ ഇവർക്ക് യാതൊരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ തന്നെ ഈ പെൺകുട്ടിയെ കെട്ടണം. അത് നിയമമാണ്. മറ്റൊരു വിധത്തിലും അതിൽ നിന്ന് മാറാനായിട്ട് അവരുടെ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ ഈ പെൺകുട്ടി മറ്റേതെങ്കിലും വിധത്തിൽ ഗർഭിണിയാവുകയോ അത്തരത്തിൽ കളങ്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് യഹൂദ നിയമം. ഈ സാഹചര്യത്തിലാണ് മറിയം ഗർഭിണിയാകുന്നത്. അത് പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായത് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ വിവരം
യൗസേപ്പ് അറിയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. നിശ്ചയം കഴിഞ്ഞല്ലോ. ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സമൂഹം അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവൾ ഗർഭിണിയാകുന്നത്. എന്നാൽ ഇത് അറിയുന്ന ചെറുപ്പക്കാരനായ യൗസേപ്പ്, വരനായ യൗസേപ്പിന് ഒരു കാരണവശാലും ഈ പെൺകുട്ടിയെ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. മറിയം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്നത്തെ മാതാവിന്റെ പരിവേഷമൊന്നും അന്നില്ല. ഒരു സാധാരണ യഹൂദ യുവതി. അവള് ചെറുപ്പകാലത്ത് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു, അവിടെ വളർന്നു. അതെല്ലാം അവരുടെ കുടുംബത്തിന്റെ പശ്ചാത്തലമൊക്കെ ആയിട്ട് നമുക്ക് അറിയാം. എന്നാൽ ഈ പെൺകുട്ടി വിവാഹിത ആകാത്ത പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു. ആ വിവരം ജോസഫ് അറിയുമ്പോൾ തീർച്ചയായിട്ടും അവനത് വലിയ മാനസിക ആഘാതം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവനത് വലിയ മനപ്രയാസമായി. അവനിത് എങ്ങനെ ഉപേക്ഷിക്കണം, ഇതെങ്ങനെ സ്വീകരിക്കും, വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ ആവുന്ന സാഹചര്യത്തിലാണ് ജോസഫ് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നത് ഇവളെ ഒഴിവാക്കാം. ഈ സാഹചര്യത്തിലാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുന്നത്, ജോസഫ്, നീ ശങ്കിക്കണ്ട, ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ഉൽപ്പാദിതമായിരിക്കുന്ന ഒരു ഗർഭമാണ്, ദിവ്യ ഗർഭമാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ ചേർത്തുകൊള്ളുക, അവളെ നിന്റെ കൂടെ കൂട്ടിക്കൊള്ളുക, നീ ഇതിൽ നിന്ന് പിന്മാറരുത് എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇവിടെ നിന്നാണ് പിന്നീടുള്ള പലായനവും അതിനെ തുടർന്ന് ശിശുവിനെ പ്രസവിക്കുന്നതും. ഇതിനെ തുടർന്നാണ് ബത്ലഹേമിലേക്കുള്ള പലായനവും അവിടെ വെച്ചുള്ള ശിശുവിൻ്റെ ജനനവും ഒക്കെ നാം കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറിയത്തെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത്, ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്ന് പറയുന്നത്, ഇവരുടെ ഈ യഹൂദ നിയമപ്രകാരം യഥാർത്ഥത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. കാരണം മനസ്സമ്മതം മുതൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെയാണ് ജീവിച്ച് പോന്നത്. എന്നാൽ അവർക്ക് ഒന്നിച്ച് സഹവസിക്കുവാനായിട്ട് സാധ്യമായിരുന്നില്ല. ആ നടപടികളെല്ലാം പിന്നീട് ശിശുവിൻ്റെ ജനനത്തിന് ശേഷമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് മറിയത്തെ ജോസഫ് വിവാഹം ചെയ്തിരുന്നു, അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്ന് യഹൂദ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ചോദ്യം മത്തായി എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നാണ്. കുറേയധികം ആളുകൾ അതിൻ്റെ കൃത്യമായ ഉത്തരം ദൈവത്തിൻ്റെ ദാനം, മത്തായി എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നാണ്. കുറേയധികം ആളുകൾ കൃത്യമായ ഉത്തരം പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞിരുന്നത് 5 പേരുടെ പേരുകൾ, ആദ്യം പറയുന്ന 5 പേരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നാണ്. അത് ആദ്യത്തെ ആള് സ്മിത റെന്നി, അത്തിക്കയം റാന്നി. സെക്കൻഡ് സന്തോഷ് മണിമല, മാധ്യമ പ്രവർത്തകനാണ്. ജൂഡി പി ലൂയിസ്, പെരിന്തൽമണ്ണ. 4 ഷീബ എസ്തേർ, പാല. 5 ആശ സജീവൻ. 5 പേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ കൃത്യമായ ഉത്തരം പറഞ്ഞ മറ്റുള്ളവർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. അടുത്ത ഒരു ചോദ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയമായിട്ടോ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.